ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിൻ്റെ ഒക്കെ നെക്ക് നമ്മൾ പൈപ്പിംഗ് ചെയ്യാറുണ്ട്. എന്നാൽ അത് നമ്മൾ സാധാരണ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണിച്ചു വരുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും. ഇതിന് നിങ്ങൾക്ക് തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു നേർപകുതിയായി നമ്മുടെ ഷോൾഡർ ഭാഗം നേർപകുതിയായി മടക്കി വെച്ച് നമ്മുടെ സെൻറ്റർ ഭാഗത്ത് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യണം. അത് എത്രയാണോ നമുക്ക് ആവശ്യം ആ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ വൈഡ് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 3 ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഇതുപോലെ വരിക. ഇനി നമ്മുടെ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി മുകളിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നെക്കിൻ്റെ ഇറക്കം നമ്മൾ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു റൗണ്ടിന് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് മാർക്കിൽ കൂടി തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ടിൽ നമ്മുടെ നെക്ക് നമുക്ക് കിട്ടി. ഇനി നമുക്കിതിന് പൈപ്പിംഗ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഉൾവശമാണിത്. ഇത് നമ്മുടെ ഉൾവശമാണ്. ഇത് നമ്മുടെ നല്ല വശമാണ്. അപ്പോൾ നമ്മുടെ നല്ല വശം നമ്മൾ മുകളിൽ വെക്കുക. ഇനി നമ്മൾ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പീസ് നമ്മൾ ക്രോസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും നേരെ എടുക്കാൻ പാടില്ല. ക്രോസ് പീസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സാധാരണ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി 1.25 ഇഞ്ച് തുണിയാണ് നമ്മൾ എടുക്കാറ്. എന്നാൽ നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് 1.25 ഇഞ്ച് വീതിയിലാണ് ഈ ഒരു പീസ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ നേരെ ഇതുപോലെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ. നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുത്ത് ഇനി നമ്മൾ ഇവിടെ വെച്ച് നമ്മളത് പൈപ്പിംഗ് ചെയ്യും. നല്ല വശം നമ്മുടെ ടോപ്പിനെ നല്ല വശം മുകളിൽ വെച്ച് ഇവിടെ നിന്ന് ഈ ഒരു മടക്കിയെടുത്ത പീസിനെ ഇവിടെ വെച്ച് നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ തയ്യൽ തുമ്പ് പിടിച്ച് കേട്ടോ. നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ തയ്യൽ തുമ്പ് പിടിച്ചാൽ മതി. കൂടുതൽ വീതിയിൽ പിടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല. കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മളിത് റൗണ്ടിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്കിവിടെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിലാണ് നമ്മുടെ തയ്യൽ തുമ്പ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു റൗണ്ട് ഷേപ്പ് ഭാഗത്ത് നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങൾ കൊടുക്കണം. നമ്മൾ റൗണ്ട് വരുന്ന ഭാഗത്ത് മാത്രമാണ് കൂടുതലായും കട്ടിങ് കൊടുക്കാറ്. എന്നാൽ ഇത് എല്ലാ സ്ഥലത്തും ഒരേപോലെ ചെറിയ ചെറിയ കട്ടിങ്ങൾ ഇതുപോലെ കൊടുക്കണം. കാരണം നമ്മൾ സാധാരണ പൈപ്പിംഗ് ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു തുണി നമ്മൾ മടക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ കട്ടിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. ഇവിടെയൊക്കെ കട്ടിങ് കൊടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങൾ കൊടുക്കുക. ഇതുപോലെ കട്ടിങ്ങൾ കൊടുത്ത് ഒന്ന് ഈ ഒരു ഭാഗം കണ്ടോ. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെയാണ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള തയ്യൽ തുമ്പ് നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് നമ്മൾ പ്രസ് ചെയ്ത് വെക്കേണ്ടത് കണ്ടോ. ഇതുപോലെ കണ്ടോ. ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നമുക്കിത് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. സാധാരണ നമ്മൾ ആ ഒരു പൈപ്പിംഗ് ചെയ്യുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഈ ഒരു തുണി പ്രസ് ചെയ്ത് വെക്കാറ്. എന്നാൽ നമ്മളിത് ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് പ്രസ് ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ എല്ലാ സ്ഥലത്തും തയ്യൽ തുമ്പ് കേട്ടോ ടോപ്പിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചെറിയ ചെറിയ കട്ടിങ്ങൾ കൊടുത്തതുകൊണ്ടാണ് നമുക്കിത് കറക്റ്റായിട്ട് നമുക്കിതുപോലെ പതിഞ്ഞ് വന്നിരിക്കുന്നത് കണ്ടോ. സൈഡ് ഭാഗത്തേക്ക് പതിഞ്ഞ് വന്നിരിക്കും കണ്ടോ. ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഈ ഒരു സൈഡിലേക്കല്ല, നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളത് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ പ്രസ് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പൈപ്പിംഗ് ചെയ്യണം. പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ അല്പം വീതിയിലാണ് പൈപ്പിംഗ് ചെയ്യാറ്. എന്നാൽ നമ്മളിത് ത്രെഡ് ഫൂട്ടലൊക്കെ ഇട്ട് ചെയ്യുന്നില്ലേ, ചെറുതായിട്ടുള്ള ത്രെഡ് പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നില്ലേ, ആ ഒരു രീതിയിൽ മാത്രമേ ഇത്
മടക്കി പിടിക്കാൻ പാടുള്ളൂ. കൂടുതൽ വീതിയിൽ പിടിക്കാൻ പാടില്ല. കണ്ടോ, ചെറുതായുള്ള വീതിയിൽ മാത്രം നമ്മൾ മടക്കുക. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, നമ്മൾ ഈ ഒരു റെഡ് കളർ പീസ്, നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന ആ ഒരു പീസ് മാത്രമാണ് നമ്മൾ ചെറുതായി മടക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് മടക്കുന്നത്. ചെറുതായി മടക്കി ഈ ഒരു ബോഡി പാർട്ടിന്റെ മുകളിൽ കൂടി, സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇനി നമ്മൾ ഇവിടെയൊക്കെ ചെറുതായി ഒന്ന് മടക്കി മടക്കി കൊടുക്കുക. കണ്ടോ, കൂടുതൽ വീതിയിൽ തയ്ച്ചെടുക്കാൻ പാടില്ല, നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടില്ല. നമുക്ക് ത്രെഡ് പൈപ്പിംഗ് ചെയ്ത അതേ വീതിയിൽ മാത്രമേ ചെയ്തെടുക്കാവൂ. എന്നാൽ മാത്രമേ നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഈ ഒരു പൈപ്പിംഗ് കിട്ടുകയുള്ളൂ. ഇവിടെയൊക്കെ ചെറുതായി ഒന്ന് മടക്കി കൊടുത്ത്, കണ്ടോ, ഇതുപോലെ നമുക്ക് ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ചെറുതായി മടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി കിട്ടും. ഇതുപോലെ മടക്കി മടക്കി കൊടുത്ത് സ്റ്റിച്ചിങ് ചെയ്യുക. നമ്മളിത് സാധാരണ ചെയ്യുന്നത് പോലെ നമുക്ക് ഉൾവശ തയ്യൽ തുമ്പൊന്നും പുറത്ത് വരില്ല. നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഒരേ വീതി, എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വെച്ചിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മളിതിവിടെ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമുക്കിത് കണ്ടോ, നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് കണ്ടോ, ചെറിയ പൈപ്പിങ്ങിൽ നമുക്കിത് നല്ല വൃത്തിയോടുകൂടി നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉൾവശം, ഈ ഒരു ഉൾവശം കണ്ടോ, ഈ ഒരു ഉൾവശത്ത് ഇവിടെയുള്ള ഈ ഒരു തയ്യൽ തുമ്പില്ലേ, അതിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ബാക്കി ഭാഗം ഉണ്ടാവുക. ഈ ഒരു ഫോൾഡ് വന്നിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടാവുക. അപ്പോൾ അതിന് കറക്റ്റായിട്ട് നമുക്കിവിടെ മുകളിൽ കൂടി, നല്ല വശത്ത് കൂടി നമ്മളിവിടെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് പിടിച്ചാൽ നമുക്ക് ഉൾവശത്തുള്ള പീസിന് കറക്റ്റായിട്ട് സൈഡിൽ കൂടി നമുക്ക് സ്റ്റിച്ചിങ് വരുന്ന രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരേ വീതിയിലാണ് നമ്മുടെ ആ ഒരു ക്രോസ് പീസ് എടുത്തത്. അതുപോലെ തന്നെ നമ്മൾ മടക്കി തയ്ച്ചിരിക്കുന്നതും ഒരേ വീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡ് വശവും നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് പിടിച്ച് നമുക്കിത് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്താൽ നമുക്കിതിൻ്റെ ഉൾവശത്ത് നമുക്ക് തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ, അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സൈഡ് വശം കണ്ടോ, ഈ ഒരു സൈഡിൽ കൂടിയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു സൈഡിൽ കൂടി നമ്മുടെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ കവർ ചെയ്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.